എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ നൂഡിൽസ് ആണ്. അപ്പോൾ നൂഡിൽസിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പല കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാബേജ് എടുത്തിട്ടുണ്ട്, സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് എടുത്തിട്ടുണ്ട്, സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. നീളത്തിലാണ് എല്ലാ പച്ചക്കറികളും അരിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ എടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നീളത്തിലല്ല നമ്മൾ അരിയാറുള്ളത്. നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിയുന്നതാണ് നല്ലത്. മുട്ടയോ ചിക്കനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോൺ വെജ് ഏതാണോ അത് ഇതിൻ്റെ കൂടെ ചേർക്കാം. സ്പ്രിംഗ് ഓണിയനും നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഒരു നൂഡിൽസ് തയ്യാറാക്കാൻ വേണ്ടി ഹക്ക നൂഡിൽസാണ് വാങ്ങിയിട്ടുള്ളത്. ഇതുപോലുള്ള നൂഡിൽസാണ്, കനം കുറഞ്ഞ നൂഡിൽസാണ് കടകളിൽ നിന്ന് നമുക്ക് വാങ്ങുമ്പോൾ കിട്ടാറുള്ളത്. മാഗി നൂഡിൽസ് പോലുള്ള നൂഡിൽസ് അല്ല, ഇതുപോലെ കവറിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഹക്ക നൂഡിൽസ് എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് എന്ത് നൂഡിൽസാണ് യൂസ് ചെയ്യുന്നതെന്ന്. അതുപോലെ ഇതുപോലുള്ള നൂഡിൽസ് എടുക്കുമ്പോൾ അത് എത്ര നേരമാണ് വേവിക്കേണ്ടതെന്നുള്ളത് ആ ഒരു കവറിൻ്റെ ബാക്കിൽ തന്നെ അതിൽ എഴുതിയിട്ടുണ്ടാവും. ഓരോ നൂഡിൽസും വേവിക്കാനുള്ള സമയവും എല്ലാം വ്യത്യാസമായിരിക്കും. അത് അതേ ഒരു കവറിലുള്ള ആ ഇൻസ്ട്രക്ഷൻ നോക്കി മാത്രമാണ് വേവിച്ചെടുക്കേണ്ടത്. നൂഡിൽസ് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തന്നെ ഏതെങ്കിലും ഒരു ഓയിൽ, അധികം മണമില്ലാത്ത റിഫൈൻഡ് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ ഒരു നൂഡിൽസ് 6 മിനിറ്റാണ് വേവിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ബാക്കിലുള്ള ഇൻസ്ട്രക്ഷൻ നോക്കി തന്നെ നിങ്ങൾ വേവിച്ചെടുക്കണം. അതിൽ കൂടുതലും വേവിക്കാൻ പാടില്ല, കുറവും വേവിക്കാൻ പാടില്ല. ആ ഒരു സമയത്തിൽ തന്നെ അത് വെന്ത് കിട്ടും. ഇങ്ങനെ വേവിച്ചെടുത്ത നൂഡിൽസ് ഒരു അരിപ്പയിൽ സ്ട്രെയിൻ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സാധാരണ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കണം. നൂഡിൽസ് വേവിച്ച അതേ വെള്ളത്തിൽ ഇട്ട് വയ്ക്കരുത്. അപ്പം തന്നെ അതെടുത്തൊന്ന് അരിപ്പയിലേക്ക് ഊറ്റി വയ്ക്കണം. എന്നാൽ മാത്രമാണ് നൂഡിൽസ് കറക്റ്റായിട്ടിരിക്കുള്ളൂ. നൂഡിൽസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാം. കുറച്ച് അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാൻ എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. യൂസ് ചെയ്യേണ്ട എണ്ണ ഒന്നെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. അധികം മണമില്ലാത്ത ഏതെങ്കിലും ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഫ്രൈഡ് റൈസൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ കീപ്പ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നൂഡിൽസും തയ്യാറാക്കുമ്പോൾ. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യുക. എല്ലാ ഇൻഗ്രീഡിയൻസും അരിഞ്ഞ് അടുത്ത് തന്നെ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ചേർക്കാം. 1 ടീസ്പൂൺ സോയ സോസ് ചേർക്കാം. ഈ ഒരു പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആ ഒരു സോയ സോസിൽ നിന്ന് കിട്ടും. ഇതിലേക്ക് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നൂഡിൽസിന് ഉപ്പ് ചേർത്ത് വേവിച്ചുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും. ഇനി ഉപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള നൂഡിൽസ് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യാം. രണ്ട് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യുക. അത്യാവശ്യം ചൂടുണ്ടാവും, സൂക്ഷിച്ച് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ തയ്യാറാക്കുന്ന നൂഡിൽസിനനുസരിച്ച് വെജിറ്റബിൾസ് എടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3 പേർക്ക് സെർവ് ചെയ്യാൻ കണക്കിനുള്ള വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. എല്ലാം ഏകദേശം ഒരു 1/4 കപ്പിന് മേലെ വെച്ച് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ അത് എടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.